വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഈദിന് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കവർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. പാല് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ വേറെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു മധുരമാണുള്ളത്. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഇല്ലെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് കുറുകി വരുന്നതിന് വേണ്ടി ഇതിലേക്ക് കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും. കുറുകി വരുന്ന ആ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു പുഡിംഗ് ട്രേയിലേക്ക് 4 ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അരികൊന്നും കളയാതെ തന്നെയാണ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിക കളഞ്ഞ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് ചൂടോട് കൂടി തന്നെ ഈ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ലെയറായിട്ടും ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ചുകൂടി തിക്ക് വരുന്നത് ആ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഫ്രഷ് ക്രീം എടുത്തത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാല് തിളപ്പിച്ചപ്പോൾ ഞാൻ അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ വിട്ടുപോയതാണ്. ആ ഒരു സ്മെല്ലിന് വേണ്ടി വാനില എസൻസ് ആണ് ചേർത്തത്. അപ്പോൾ വീണ്ടും ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ച ആ ഒരു പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ലെയറായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒറ്റ ലെയറായിട്ടാണെങ്കിലും ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റിന് പകരം നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബിസ്ക്കറ്റ് പൊടിച്ചതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എടുത്തത് ഓറിയോ ബിസ്ക്കറ്റ് ആണ്. അതിൻ്റെ പൊടി ഇതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. വീണ്ടും മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ആണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ കൊടുത്തത്. പിന്നെ ഒരു ഓറിയോ ബിസ്ക്കറ്റ് നടുക്കായിട്ടൊന്ന് വെക്കുന്നുണ്ട്. ഇനി ഇത് സെറ്റ് ആകാൻ വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എനിക്കിത് കഴിച്ചപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒരുപാട് മധുരം പോലെ തോന്നി കേട്ടോ. കാരണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും വൈറ്റ് ചോക്ലേറ്റ് എല്ലാമാണ് കൊടുത്തത്. അപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.